ശുദ്ധജല വിതരണ മേഖലയിൽ സിയാൽ മാതൃകയിലുള്ള കമ്പനി രൂപീകരിക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവ് കുടിവെള്ള വിതരണ മേഖലയെ പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കാനുള്ള ബോധപൂർവമായ നീക്കത്തിൻ്റെ ഭാഗമാണ്. 51% സ്വകാര്യ കമ്പനികൾക്ക് ഓഹരി പങ്കാളിത്തവും 23% കേരള വാട്ടർ അതോറിറ്റിക്കും 26% സംസ്ഥാന സർക്കാരിനുമെന്ന നിലയിലാണ് സർക്കാർ ഉത്തരവ്. ഈ സർക്കാർ ഉത്തരവ് നിയമപരമായി നയപരമായി നിലനിൽക്കത്തക്കതല്ല. സംസ്ഥാന ഗവൺമെൻറ് പൊതുവായി 2008 അംഗീകരിച്ച കേരള ജലനയത്തിൻ്റെ വ്യവസ്ഥകൾക്ക് ഘടകവിരുദ്ധമാണ് 2012 ഡിസംബർ 31 സർക്കാർ പുറത്തിറക്കിയിട്ടുള്ള ഉത്തരവ്. മാത്രവുമല്ല 1984-ലെയും 86-ലെയും കേരള വാട്ടർ സപ്ലൈ ആൻഡ് സിവറേജസ് ആക്ടിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായിട്ടാണ് സിയാൽ മാതൃകയിലുള്ള പുതിയ കമ്പനി കുടിവെള്ള വിതരണ മേഖലയിലെ നോഡൽ ഏജൻസിയായി പ്രവർത്തിക്കുമെന്ന് കാണിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ഈ ഉത്തരവ്. അതിനേക്കാൾ വളരെ പ്രസക്തമായിട്ടുള്ള പ്രശ്നം, ഈ കുടിവെള്ള വിതരണ കമ്പനി സിയാൽ മാതൃകയിലുള്ള കമ്പനി നിശ്ചയിക്കുന്ന വിലയ്ക്ക് കുടിവെള്ളം വിതരണം ചെയ്യാൻ കേരള വാട്ടർ അതോറിറ്റി നിർബന്ധിതമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ പൊതുമേഖലയെ പൂർണ്ണമായും തകർത്ത് കേരള വാട്ടർ അതോറിറ്റിയെ പോലെയുള്ള പൊതുമേഖലാ സ്ഥാപനത്തെ ദുർബലപ്പെടുത്തി അതിൻ്റെ പ്രവർത്തനങ്ങളെ തന്നെ അപ്രസക്തമാക്കിക്കൊണ്ട് സ്വകാര്യ മേഖലയ്ക്ക് കുടിവെള്ള വിതരണ മേഖല കൈമാറാനുള്ള വളരെ ഗൂഢമായ നീക്കത്തിൻ്റെ മുന്നൊരുക്കം എന്ന നിലയിൽ വേണം ഈ പ്രശ്നത്തെ കാണാൻ. ഈ പ്രശ്നത്തിൽ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ജലവിഭവ മന്ത്രിയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലുള്ള പ്രസ്താവനകളാണ് നിയമസഭയ്ക്കകത്തും പുറത്തും പറയുന്നത്. 2012 ഡിസംബർ 31 സർക്കാർ ഉത്തരവനുസരിച്ച് കുടിവെള്ള വിതരണ സ്കീമുകൾ ആരംഭിക്കാനും വിതരണം നടത്താനും പ്ലാന്റുകൾ സ്ഥാപിക്കാനും ഫിൽട്രേഷൻ നടത്താനും ഒക്കെയുള്ള പൂർണ്ണമായ അവകാശം, അതുപോലെ പൊതുവായ ജലസ്രോതസ്സുകളിൽ നിന്ന് വെള്ളം എടുക്കാനുള്ള അവകാശവും അധികാരവും സ്വകാര്യ കമ്പനികൾക്ക് നൽകുന്നു. അങ്ങനെ നൽകുമെന്ന് വ്യക്തമായി വ്യവസ്ഥ ചെയ്തിരിക്കുന്ന സർക്കാർ ഉത്തരവ് നിലനിൽക്കുമ്പോൾ ജാറുകളിൽ വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉത്തരവ് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ജലമന്ത്രിയും പറയുന്നത് വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. അങ്ങനെ ജാറുകളിലൂടെയോ കുപ്പികളിലൂടെയോ വെള്ളം കൊടുക്കാനാണ് ഉത്തരവ് എന്ന് ഒരു പരാമർശം പോലും ഈ സർക്കാർ ഉത്തരവിലില്ല. മാത്രവുമല്ല, ഡ്രിങ്കിങ് വാട്ടർ പ്ലാന്റ്സ് സ്ഥാപിക്കാൻ, സ്മോൾ ഡ്രിങ്കിങ് വാട്ടർ സ്കീംസ് സ്ഥാപിക്കാൻ, അതിൻ്റെ ഓപ്പറേഷൻ, മെയിൻ്റനൻസ്, കൺസ്ട്രക്ഷൻ, അതുപോലെ വില ഈടാക്കാനും ഒക്കെയുള്ള അവകാശം ഡിസംബർ 31 ഉത്തരവ് സിയാൽ മാതൃകയിലുള്ള സ്വകാര്യ കമ്പനിക്ക് നൽകുമ്പോൾ എങ്ങനെയാണ് ജാറുകളിൽ വെള്ളം വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിയാൽ മാതൃകയിലുള്ള കമ്പനിയെന്ന് ജലമന്ത്രിയും മുഖ്യമന്ത്രിയും പറയുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. സ്വകാര്യ കമ്പനി ഈടാക്കുന്ന വിലയ്ക്ക് കേരള വാട്ടർ അതോറിറ്റി വെള്ളം വിൽക്കണമെന്ന വ്യവസ്ഥ തന്നെ നിയമവിരുദ്ധവും സ്വകാര്യ മേഖലയെ വഴിവിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഈ തരത്തിൽ പരിശോധിക്കുമ്പോൾ ഒന്നുകിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ജലമന്ത്രിയും ഈ പ്രശ്നത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഉത്തരവിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് കാതലായി പരിശോധിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ബോധപൂർവമായി സ്വകാര്യ മേഖലയെ കേരളത്തിൻ്റെ കുടിവെള്ള വിതരണ മേഖലയിലേക്ക് കൊണ്ടുവരാനുള്ള ഗൂഢമായ നീക്കത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ ജലമന്ത്രിയും നേതൃത്വം കൊടുക്കുന്നു. ബഹുമാനപ്പെട്ട ജലമന്ത്രിയും മുഖ്യമന്ത്രിയും പറയുന്നത് പോലെ ജാറുകളിൽ വെള്ളം കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ള ശേഷിയും കഴിവും പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള കേരള വാട്ടർ അതോറിറ്റിക്കുണ്ട്. ഈ രംഗത്ത് ഏറ്റവും പ്രാവീണ്യമുള്ള, പ്രാഗൽഭ്യമുള്ള, സാങ്കേതിക വൈദഗ്ധ്യമുള്ള ജല അതോറിറ്റിയെ എന്തുകൊണ്ട് ജാറുകളിൽ വെള്ളം കൊടുക്കാനുള്ള പദ്ധതിയിൽ വിനിയോഗിച്ചുകൂടാ? അപ്പോൾ സ്വകാര്യ മേഖലയെ പ്രീണിപ്പിക്കുക എന്നുള്ളതാണ്. ഇനി ജാറുകളിൽ വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഉത്തരവ് എന്തിനിറക്കി? അപ്പോൾ ഈ ഉത്തരവ് പൂർണ്ണമായും സ്വകാര്യവൽക്കരണത്തെ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മുഖ്യമന്ത്രിയും ജലവിഭവ മന്ത്രിയും പറയുന്ന അവകാശവാദത്തിൽ അല്പമെങ്കിലും കഴമ്പും ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ അടിയന്തരമായി 2012 ഡിസംബർ 31 പുറത്തിറക്കിയ സർക്കാർ ഉത്തരവ് പിൻവലിക്കണം, ആ ഉത്തരവ് പുനഃപരിശോധിക്കണം. അതാണ് ആത്മാർത്ഥത. സർക്കാർ പറയുന്നതിൽ, മുഖ്യമന്ത്രി പറയുന്നതിൽ ആത്മാർത്ഥതയുടെ അല്പമെങ്കിലും ഉണ്ടെങ്കിൽ അടിയന്തരമായി ചെയ്യേണ്ടത് അതാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുപോലെ തന്നെ INTUC അടക്കമുള്ള തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഇതിനെതിരായി രംഗത്ത് വന്നിട്ടുണ്ട്. അവരുടെ അഭിപ്രായം, അവകാശവാദം, ആത്മാർത്ഥതയുണ്ടെങ്കിൽ
ഈ കാര്യത്തിൽ ബഹുജന പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളും ഒക്കെ നടത്താൻ ആരംഭിക്കാനിരിക്കുന്ന വൻപിച്ച ജനകീയ പ്രതിഷേധത്തിൽ പങ്കുചേരാനും പ്രത്യക്ഷമായി പ്രക്ഷോഭവുമായി സഹകരിക്കാനും INTUC തയ്യാറാകണം എന്നാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. കണ്ണാടി ബിംബ വിഗ്രഹത്തിൽ തിരുവാർപ്പ് ചടങ്ങ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. ക്ഷേത്രസ്ഥാനികരുടെയും ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിൽ ആവിക്കര